أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون. هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن سبع سماوات وهو بكل شيء عليم. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. അർഹമർറഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹദായ ഫദ്ല് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ബഖറ, അതിലെ 28, 29 രണ്ട് ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. ഈ രണ്ട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, കൈഫ തക്ഫുറൂന ബില്ലാഹ്, ഏ മനുഷ്യരെ, നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലാഹുവിനെ നിഷേധിക്കാൻ കഴിയുക? അല്ലാഹ് ഇല്ല എന്ന്, അല്ലെങ്കിൽ അല്ലാഹുവിനോടൊപ്പം വേറെയും ദൈവങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയുന്നു? ഒരു വലിയൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ഇങ്ങനെയൊക്കെ പറയാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാൻ, ഇങ്ങനെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാവുന്നു? കാരണം വകുന്തും അംവാതൻ ഫഅഹ്യാകും, നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ജീവനില്ലായിരുന്നു, അഥവാ അംവാതൻ ഫി അസ്ലാബി ആബായിക്കും ലം തകൂനു ശൈഅ, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ മുതുകിലായിരുന്നു, നിങ്ങൾ യാതൊരു വസ്തുവുമായിരുന്നില്ല. അല്ലാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ, മറ്റൊരു ഭാഗത്ത് സൂറത്ത് ദഹറിൽ അല്ലാഹു പറയുന്നുണ്ട്, ഏ മനുഷ്യരെ, നിങ്ങൾക്ക് മുമ്പൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിക്കണേ. ഏതൊരു കാലഘട്ടമാണ്? ലം യകുൻ ശൈഅൻ മദ്കൂറ, നിങ്ങൾ പറയപ്പെടുന്ന ഒരു വസ്തുവേ ആയിരുന്നില്ല. ഇപ്പോഴാണല്ലോ നിങ്ങളുടെ പേര് വന്നത്, അഡ്രസ് വന്നത്, നിങ്ങളെ സ്ഥാനമാനങ്ങൾ കിട്ടിയത്, നിങ്ങളെപ്പറ്റി ആളുകൾ പറയപ്പെടുന്നത്, അഡ്രസ് ഉണ്ടായത്, ചർച്ച ചെയ്യുന്നതൊക്കെ ഇപ്പോഴാണല്ലോ. ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടം മുമ്പ് നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ലം യകുൻ ശൈഅൻ മദ്കൂറ, നിങ്ങളെപ്പറ്റി പറയപ്പെടാതിരുന്ന ഒരു കാലഘട്ടം. അഥവാ അംവാതൻ ഫി അസ്ലാബി ആബായിക്കും, നിങ്ങളുടെ പിതാക്കന്മാരുടെ മുതുകിലായിരുന്നു നിങ്ങൾ, നിർജീവാവസ്ഥയിലായിരുന്നു നിങ്ങൾ. അവിടെ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ജീവൻ നൽകി. എന്നിട്ട് സുമ്മ യുമീതുക്കും, പിന്നീട് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കുന്നു. സുമ്മ യുഹീക്കും, പിന്നീട് മരിപ്പിച്ചതിന് ശേഷം അല്ലാഹു ഖബറിൽ നിന്ന് വീണ്ടും നിങ്ങളെ ജീവൻ നൽകി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. സുമ്മ ഇലൈഹി തുർജഊൻ,
പിന്നീട് നിങ്ങളെ മുഴുവനും അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടക്കിക്കൊണ്ടുപോകും. ഈ കൃത്യമായ ഈ രീതി, സൃഷ്ടിപ്പിന്റെ രീതി അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നു എന്നിരിക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയുക? പടച്ചവൻ ഇല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? അള്ളാഹു ചോദിക്കുക. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സൈദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖലഖഹു ഫീ ളഹരി ആദം, ആദമിന്റെ മുതുകിലാണ് ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം കരാർ വാങ്ങി. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരമ്പരയായി പിതാക്കളുടെ മുതുകിലേക്ക്, പുരുഷന്മാരുടെ മുതുകിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കൈമാറ്റം ചെയ്തു. അതിനുശേഷം അവരുടെ മാതാക്കളുടെ ഗർഭാശയത്തിലേക്ക് അതിനെ പ്രവേശിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിച്ചു. ലോകത്തിലെ ജീവിതം അവസാനിച്ച് തീരുമ്പോൾ അല്ലാഹു മരിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ വീണ്ടും പുനർജന്മം നൽകുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ജീവിപ്പിക്കുന്നു. ഇത് വളരെ കൃത്യമായി അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം നിങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. എന്നിട്ടും നിങ്ങൾ അല്ലാഹ് ഇല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു? വിഗ്രഹങ്ങളോട് നിങ്ങളുടെ കാര്യങ്ങളെ ചോദിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു? അള്ളാഹുവിന്റെ വലിയൊരു ചോദ്യമാണ്, ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവ, ആ അല്ലാഹു തന്നെയാണ് അല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ഭൂമിയിലുള്ള സകലതും മനുഷ്യന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. പിന്നീട് പിന്നീട് അവൻ ഉപരിലോകത്തിലേക്ക് തിരിഞ്ഞു, വാനലോകത്തിലേക്ക് അവൻ തിരിഞ്ഞു. ആദ്യം ഭൂമിയെ സൃഷ്ടിച്ചു, പിന്നീട് അവൻ വാനലോകത്തിലേക്ക് അവൻ തിരിഞ്ഞു. എന്നിട്ട് ആ ആകാശത്തെ, ഉപരിലോകത്തിനെ 7 ആകാശങ്ങളായി അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചു തന്നു. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു ഇതിനെല്ലാം വളരെയധികം കഴിവുള്ളവനും ഒപ്പം ഇതിനെയൊക്കെ കൃത്യമായി അറിയുന്നവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നോക്കൂ നിങ്ങൾ, ഒന്ന് ആദ്യം മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞു, രണ്ടാമത് ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനത്തിനെ പറ്റി പറഞ്ഞു, ഭൂമിയെ പറ്റി, ഭൂമിയുടെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞു, ഭൂമിയിലുള്ള സകലം നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പറഞ്ഞു, ആകാശത്തിനെ 7 തട്ടുകളായി അല്ലാഹു നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ ചെയ്തു തന്നവൻ ഏകനായ, ഉടമസ്ഥനായ, പടച്ച റബ്ബായ അല്ലാഹു മാത്രമാണ്. എന്നിരിക്കെ മനുഷ്യരെ, ബുദ്ധിയും വിവേകമുള്ള നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലാഹുവിനെ തള്ളിപ്പറയാൻ പറ്റുക? അല്ലാഹുവിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുന്നത്? ചിന്തിക്കുക എന്ന് അല്ലാഹു നമ്മളോട് ഉണർത്തുകയാണ്. നോക്കൂ നിങ്ങൾ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, മഹാനവറുകൾ പറയുകയാണ്, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചു, എൻ്റെ കൈയിലേക്ക് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഫഖാല ഖലഖല്ലാഹു തുർബത യൗമസ് സബ്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ സൃഷ്ടിച്ചത് ശനിയാഴ്ച ദിവസമാണ്. വഖലഖൽ ജിബാല ഫീഹാ യൗമുൽ അഹദ്, ഈ ഭൂമിയിൽ പർവ്വതങ്ങളെയും കൊടുമുടികളെയും മലകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മുകളിൽ സൃഷ്ടിച്ചത് ഞായറാഴ്ച ദിവസമാണ്. വഖലഖ അശ്ശജറ ഫീഹാ യൗമൽ ഇത്നൈൻ, വൃക്ഷങ്ങളെയും ചെടികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭൂമിയിൽ സൃഷ്ടിച്ചത് തിങ്കളാഴ്ച ദിവസമാണ്. വഖലഖൽ മക്റൂഹ യൗമൽ ത്വലത്ത,
വെറുക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും അള്ളാഹു പടച്ചത്. തൃപ്തിപ്പെട്ട കാര്യമല്ല, അള്ളാഹ് വെറുക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും ഈ ഭൂമിയിൽ അള്ളാഹു പടച്ചത് ചൊവ്വാഴ്ച ദിവസമാണ്. അള്ളാഹു പ്രകാശത്തെ സൃഷ്ടിച്ചത് ബുധനാഴ്ച ദിവസമാണ്. ജന്തു പ്രാണികളെ, ഇഴജന്തുക്കളെ, മൃഗങ്ങളെ, വന്യമൃഗങ്ങളെ, പക്ഷിപർവാദികളെ, ഇഴജന്തുക്കളെ എന്ന് വേണ്ട സകലതിനെയും അള്ളാഹു ഭൂമിയിൽ സംവിധാനിച്ചത് വ്യാഴാഴ്ച ദിവസമാണ്. മനുഷ്യനെ അഥവാ ആദമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത് വെള്ളിയാഴ്ച അസറിന് ശേഷമാണ്. വെള്ളിയാഴ്ച അസറിന് ശേഷമാണ്. മിൻ ആഖിരി സാഅത്തി മിൻ സാഅത്തിൽ ജുമുഅ, അഥവാ ജുമുഅ ദിവസത്തിന്റെ സമയം തീരാൻ പോകുന്നു. ആ തീരാൻ പോകുന്ന അവസാനത്തെ സമയത്തിലാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫീമാ ബൈനൽ അസ്രി ഇലൽ ലൈൽ, അസ്റിന്റെയും അഥവാ രാത്രി കടന്നു വരുന്നതിന്റെയും ഇടയിലുള്ള സമയത്തിലാണ് ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചത്. ഞാൻ ഈ ഹദീസ് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഹദീസ് പഠിക്കാൻ പഠിക്കുന്നത്. അപ്പൊ അന്നൊക്കെ നമുക്കൊക്കെ ഈ കിതാബ് ചൊല്ലിത്തന്നിരുന്നത് ബുധനാഴ്ച ദിവസമായി. ഇൽമ് ചൊല്ലിത്തന്നിരുന്നത് ദർസിലൊക്കെ എങ്ങനെയാണ്, എല്ലാ അറബി കോളേജുകളിലും ദർസുകളിലും ബുധനാഴ്ചയാണ് എന്ത് ചെയ്യുന്നത്? ഇൽമ് ചൊല്ലിത്തരുന്നത്, ക്ലാസ്സുകൾ തുടങ്ങുന്നത്, കിതാബുകൾ തുടങ്ങുന്നത്. ഇനിയിപ്പോ ഒരു കിതാബ് തുടങ്ങി, കിതാബ് തീർന്നു, അടുത്തൊരു കിതാബ് തുടങ്ങുന്നതിന് ബുധനാഴ്ച വരെ വെയിറ്റ് ചെയ്യും ഉസ്താദന്മാർ. അതൊന്നും നമുക്കറിയത്തില്ല എന്തിനാണ് ഈ ബുധനാഴ്ചക്ക് എന്താ എത്ര പ്രത്യേകത, ബുധനാഴ്ച വരെ എന്തിനാണ് നീട്ടിക്കൊണ്ട് പോകുന്നത്? ഞായറാഴ്ച കിതാബ് കഴിഞ്ഞു, അടുത്ത തിങ്കളാഴ്ച കിതാബ് തുടങ്ങേണ്ടതാണ്, ബുധനാഴ്ച വരെ നീട്ടിക്കൊണ്ട് പോകും. പിന്നീട് കുറേയേറെ കാലങ്ങൾക്ക് ശേഷം ഹദീസിന്റെ കിതാബുകൾ പഠിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത്. ഇപ്പൊ നമ്മൾ കേട്ടല്ലോ, ബുധനാഴ്ച അല്ലാഹു എന്തിനാ സൃഷ്ടിച്ചത്? പറ പ്രകാശത്തെ. ഇൽമെന്ന് പറഞ്ഞാൽ എന്താണ്? നൂറാണ്, പ്രകാശമാണ്. അറിവ്, ഇൽമ് നൂറാണ്, പ്രകാശമാണ്. പ്രകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ബുധനാഴ്ച ദിവസമാണ്. അതുകൊണ്ടാണ് ഈ ബുധനാഴ്ച ദിവസം ഇൽമ് തുടങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് വെള്ളിയാഴ്ച, എപ്പോഴാണ്? ഏറ്റവും അവസാനത്തെ സമയം, ഏറ്റവും അവസാനത്തെ സമയമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഈ രണ്ട് ആയത്തിലൂടെ അള്ളാഹു ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ അഖില വസ്തുക്കളെയും അള്ളാഹു സംവിധാനിച്ചു എന്നിരിക്കെ നിങ്ങൾക്ക് എന്ത് ന്യായമാണ് അള്ളാഹുവിനെ തള്ളിപ്പറയാൻ, പടച്ചവനിൽ അവിശ്വസിക്കാൻ? നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു മനുഷ്യന്മാരെ, അള്ളാഹുവിനെ നിഷേധിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ചിന്തിക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും പടച്ചവന്റെ റുബൂബിയത്തിനെ മനസ്സിലാക്കാൻ, ഉലൂഹിയത്തിനെ മനസ്സിലാക്കാൻ, ഖുദ്റത്തിനെ മനസ്സിലാക്കാൻ, അതിലൂടെ അള്ളാഹുവിനുള്ള വിശ്വാസം അചഞ്ചലമായി ഉറപ്പിച്ചു നിർത്താൻ അവസാനം നമ്മുടെ ഒടുക്കത്തെ വർത്തമാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സമ്മതിച്ചു പറഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون. هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء
فسواهن سبع سماوات وهو بكل شيء عليم. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.